അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽ മുറാഫിഖയുടെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് പക്ഷാപതാൽമുനായ രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹ്മൂദ് ഗഫംഗിയായിരുന്നു. തന്റെ രാജ്യത്തിന് 7 പരീക്ഷകളാക്കി പല നാടുരാജകുമാരന്മാർക്ക് അദ്ദേഹം ഉപയോഗിച്ച് നൽകി. അതിൽ ഒരു രാജകുമാരിയുടെ മകൾ അതിസുന്ദരിയായിരുന്നു. അവരുടെ പേരാണ് സുഹറ. മഹ്മൂദ് ഗഫംഗിയും സുഹറയുമായുള്ള വിവാഹം ഉറപ്പിച്ചു വെക്കുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിക്കുകയായിരുന്നു. ഒരു ദിവസം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആലിംഖുർആനിലെ 26-ാമത്തെ ആയത്തോടുമ്പോൾ മഹ്മൂദ് ഗഫംഗിക്ക് ഒരു സംശയം. എല്ലാം എടുക്കുന്നവനും തരുന്നവനും അവനാണെങ്കിൽ എന്റെ അധികാരം ഒരു സെക്കൻഡിൽ എങ്ങനെ എടുക്കും? അപ്പോൾ ഒരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാരമുറ്റത്തിൽ ഒരു പുലി. ഹേ പുലിയോ? മഹാരാജാവ് മുട്ടത്തെട്ടി. ഭടന്മാർക്ക് മുഴുവനും ഓടിക്കാൻ നോക്കി, പക്ഷെ പുലി പിന്മാറുന്നില്ല. മഹ്മൂദ് ഗഫംഗി തന്റെ ഉടവാലെടുത്ത് പുലിക്ക് നേരെ നീങ്ങി. പുലി അപ്പോൾ ഇരുന്ന കാടിലേക്ക് ഓടി. പിറകിൽ മഹ്മൂദ് ഗഫംഗി കുതിരപ്പുറത്തുള്ള യാത്രത്താൽ ദീർഘനേര യാത്രത്താൽ പുലി അപ്രത്യക്ഷനായി. ക്ഷീണക്കാരൻ മഹ്മൂദ് ഗഫംഗി പാറപ്പുറത്ത് ഉറങ്ങിപ്പോയി. അതേസമയത്ത് നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ കള്ളം പോവുകയാണ്. സുഹറയുടെ വിവാഹങ്ങളെല്ലാം കള്ളൻ മോഷ്ടിച്ചു പോയി. ഇതറിഞ്ഞ രാജാവ് കോപിതനായി, ആലവിടെ 3 ദിവസത്തിനുള്ളിൽ ആളിനെ നമുക്ക് മുന്നിൽ ഹാജരാക്കണം. ഭടന്മാർ മുഴുവനും തേടി, പക്ഷെ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് അവർ ഭയന്ന് കാട് കയറി. കാടും കയറി ഒരാൾ ഉറങ്ങുന്നത് കണ്ടു. ശ്രദ്ധിച്ചു നോക്കി, ഒരാൾ പാറപ്പുറത്ത് എണ്ണ തേച്ച് സുഖമായി കിടക്കുകയായിരുന്നു. അയാൾ കള്ളാണെന്ന് വിചാരിച്ചു. ഒരു മഹ്മൂദ് ഗഫംഗിയെ കൊട്ടാരത്തിൽ എത്തിച്ചു. ആരും അറിയാതെ മോഷണം ചെയ്തു. 2 കൈകളും വെട്ടി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറ്റി മരിക്കാനെന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശുഭം. എന്റെ കഥ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.